കേരള വിഷൻ ടൈം ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്ത. അന്തരിച്ച മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിന് നാടിൻ്റെ പ്രണാമം. നേതാക്കളുടെ അനുശോചന പ്രവാഹം. സംസ്ഥാനത്ത് ജനുവരി 1 വരെ ദുഃഖാചരണം. രാജ്യത്തിന് അഭിമാനിക്കാവുന്ന പ്രധാനമന്ത്രിമാരിൽ ഒരാളായിരുന്നു ഡോക്ടർ മൻമോഹൻ സിംഗ് എന്ന മുൻ റോ ഡയറക്ടർ ഹോർമിസ് തരകൻ IPS. 2005 മുതൽ 2 വർഷക്കാലം അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്നും ഹോർമിസ് തരകൻ. മുഹമ്മയിൽ ബോട്ടിൽ നിന്ന് കായലിലേക്ക് ചാടിയ യാത്രക്കാരൻ്റെ മൃതദേഹം കണ്ടെത്തി. ചേർത്തല കടക്കരപ്പള്ളി വട്ടക്കര സ്വദേശി തമ്പി എന്ന് വിളിക്കുന്ന ഉദയൻ്റെ മൃതദേഹമാണ് വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ശേഷം ബോട്ട് ചാലിന് സമീപത്ത് കണ്ടെത്തിയത്. ചക്കുളത്തുകാവ് ഭഗവതി ക്ഷേത്രത്തിലെ 12 നോയമ്പ് മഹോത്സവത്തിന് ഭക്തിനിർഭരമായ സമാപനം. ചക്കരക്കുളത്തിൽ ആറാട്ടോടെ കൊടിയിറങ്ങി. വിവിധ ചടങ്ങുകളിലായി ആയിരക്കണക്കിന് ഭക്തജനങ്ങൾ പങ്കെടുത്തു. കനോയിങ് കയാക്കിംഗ് സംസ്ഥാന ചാമ്പ്യൻഷിപ്പിന് ആലപ്പുഴ മണ്ണഞ്ചേരി ഒരുങ്ങുന്നു. ജനുവരി 4, 5, 6 തീയതികളായിട്ടാണ് ചാമ്പ്യൻഷിപ്പ് സംഘടിപ്പിച്ചിട്ടുള്ളത്. പാതിരാമണൽ ദ്വീപിൽ സഞ്ചാരികളുടെ തിരക്ക്. MD വാസുദേവൻ നായരുടെ നിര്യാണത്തെ തുടർന്ന് പാതിരാമണൽ ഫെസ്റ്റിൻ്റെ ഉദ്ഘാടന ചടങ്ങ് മാറ്റിയെങ്കിലും ധാരാളം സഞ്ചാരികളാണ് ദ്വീപിലേക്ക് എത്തിയത്. വാർത്തകൾ വിശദമായി. അന്തരിച്ച മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിന് നാടിൻ്റെ പ്രണാമം. നേതാക്കളുടെ അനുശോചന പ്രവാഹം. സംസ്ഥാനത്ത് ജനുവരി 1 വരെ ദുഃഖാചരണം. 1991 മുതൽ 1996 വരെ നരസിംഹറാവു സർക്കാരിൽ ധനമന്ത്രിയായിരുന്ന മൻമോഹൻ സിംഗാണ് സാമ്പത്തിക ഉദാരീകരണം, സ്വകാര്യവത്കരണം തുടങ്ങിയ പരിഷ്കാരത്തിലൂടെ രാജ്യത്തിൻ്റെ സാമ്പത്തിക വ്യവസ്ഥയെ പരമ്പരാഗത പാതയിൽ നിന്ന് വഴിമാറ്റിയത്. 2004 മുതൽ 2014 വരെ 2 വട്ടം പ്രധാനമന്ത്രി പദം വഹിച്ച മൻമോഹൻ സിംഗ് സമുദായത്തിൽ നിന്നുള്ള ആദ്യത്തെ പ്രധാനമന്ത്രിയായിരുന്നു. 1932 സെപ്റ്റംബർ 26 ഗുർമുഖ് സിംഗിൻ്റെയും അമൃത് കൗറിൻ്റെയും മകനായിട്ടാണ് ജനനം. കേന്ദ്ര വാണിജ്യ മന്ത്രിയായിരുന്ന LN മിശ്ര തൻ്റെ മന്ത്രാലയത്തിൽ ഉപദേശകനായി നിയമിച്ചു. 1970കളിലും 80കളിലും കേന്ദ്ര സർക്കാരിൽ ഉന്നത പദവികൾ മൻമോഹൻ സിംഗ് അലങ്കരിച്ചു. 1972 മുതൽ 76 വരെ മുഖ്യ സാമ്പത്തിക ഉപദേഷ്ടാവും 1982 മുതൽ 85 വരെ RBI ഗവർണറും 1985 മുതൽ 1987 വരെ ആസൂത്രണ കമ്മീഷൻ ഉപാധ്യക്ഷനുമായിരുന്നു. രാഷ്ട്രീയത്തിലേക്കുള്ള മൻമോഹൻ സിംഗിൻ്റെ പ്രവേശനം നാടകീയമായിരുന്നു. 1991 അന്നത്തെ പ്രധാനമന്ത്രി PV നരസിംഹറാവു സാമ്പത്തിക വിദഗ്ധനായ മൻമോഹൻ സിംഗിനെ ധനമന്ത്രിയാക്കി. 1998 മുതൽ 2004 വരെ രാജ്യസഭയിലെ പ്രതിപക്ഷ നേതാവായി. 2004 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധി പ്രധാനമന്ത്രി പദം ഏറ്റെടുക്കാൻ വിസമ്മതിച്ചതോടെ പദവി അപ്രതീക്ഷിതമായി മൻമോഹനെ തേടിയെത്തി. രാഷ്ട്രീയ ജീവിതത്തിൽ ഒരിക്കലും ലോക്സഭാംഗമാകാത്ത ഡോക്ടർ മൻമോഹൻ സിംഗ് 5 തവണ രാജ്യസഭാംഗമായി. ചരിത്രകാരിയായ ഉബിന്ദർ, എഴുത്തുകാരിയായ ദമൻ, അമേരിക്കൻ സിവിൽ ലിബർട്ടീസ് യൂണിയൻ സ്റ്റാഫ് അറ്റോർണി അമൃത് എന്നിവർ മക്കളാണ്. മുൻ IPS ഉദ്യോഗസ്ഥൻ അശോക് പട്നായിക്കാണ് മരുമകൻ. 1987 പത്മവിഭൂഷൺ നൽകി രാജ്യം ആദരിച്ചു. ഒട്ടേറെ വിദേശ സ്വദേശ സർവകലാശാലകൾ വിവിധ ബഹുമതികൾ നൽകി ഡോക്ടർ മൻമോഹൻ സിംഗിനെ ആദരിച്ചു. ഒട്ടേറെ പുസ്തകങ്ങളും പ്രബന്ധങ്ങളും ഡോക്ടർ മൻമോഹൻ സിംഗ് രചിച്ചിട്ടുണ്ട്. അമൃത്സർ ഹിന്ദു കോളേജിൽ നിന്ന് സാമ്പത്തിക ശാസ്ത്രത്തിൽ ബിരുദവും പഞ്ചാബ് സർവകലാശാലയിൽ നിന്ന് ബിരുദാനന്തര ബിരുദവും നേടിയ ശേഷം കേംബ്രിഡ്ജ് സർവകലാശാലയിൽ നിന്ന് ഉന്നത ബിരുദവും ഓക്സ്ഫോർഡ് സർവകലാശാലയിൽ നിന്ന് ഡോക്ടറേറ്റും സ്വന്തമാക്കി. രാജ്യത്ത് സാമ്പത്തിക ഉദാരവത്കരണത്തിന് വാതിൽ തുറന്ന ധനകാര്യ വിദഗ്ധനും കോൺഗ്രസ് നേതാവും മുൻ പ്രധാനമന്ത്രിയുമായിരുന്ന മൻമോഹൻ സിംഗ് കഴിഞ്ഞ 2 വർഷമായി ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്ന അദ്ദേഹത്തെ ശ്വാസകോശ രോഗം മൂർച്ഛിച്ചതിനെ തുടർന്നാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. തുടർന്ന് വ്യാഴാഴ്ച രാത്രി 9:51 രാജ്യം കണ്ട മാന്യനായ രാഷ്ട്രീയക്കാരൻ അഥവാ ഇന്ത്യയിലെ ഏറ്റവും വിശിഷ്ട നേതാക്കളിൽ ആയ ഒരാൾ മൻമോഹൻ സിംഗ് വിട പറഞ്ഞു. സോണിയാഗാന്ധിയും മറ്റ് കോൺഗ്രസ് നേതാക്കളെല്ലാം എയിംസ് ആശുപത്രിയിൽ രാത്രി തന്നെ എത്തിച്ചേർന്നു. രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും അമിത്ഷായും മൻമോഹൻ സിംഗിന് ആദരാഞ്ജലികൾ അർപ്പിച്ചു. മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിൻ്റെ നിര്യാണത്തെ തുടർന്ന് ഡിസംബർ 26 മുതൽ ജനുവരി 1 വരെ സംസ്ഥാനത്ത് ഔദ്യോഗിക ദുഃഖാചരണം പ്രഖ്യാപിച്ചു. രാജ്യത്താകമാനം ദുഃഖാചരണം പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ സംസ്ഥാനത്ത് ദേശീയ പതാക പകുതി താഴ്ത്തിക്കെട്ടും. എല്ലാ ഔദ്യോഗിക പരിപാടികളും റദ്ദാക്കിയതായി പൊതുഭരണ വകുപ്പ് ഉത്തരവിലൂടെ അറിയിച്ചു. സ്ഥിരമായി ദേശീയ പതാക സ്ഥാപിച്ചിട്ടുള്ള ഇടങ്ങളിൽ പതാക പകുതി താഴ്ത്തിക്കെട്ടുന്നതിന് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകുന്നതിന് ജില്ലാ കളക്ടർമാർക്ക് ഉത്തരവിലൂടെ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ടൈം ന്യൂസ്, ആലപ്പുഴ. രാജ്യത്തിന് അഭിമാനിക്കാവുന്ന പ്രധാനമന്ത്രിമാരിൽ ഒരാളാണ് ഡോക്ടർ മൻമോഹൻ സിംഗ് എന്ന് റോ
മുൻ ഡയറക്ടർ ഹോർമിസ് തരകൻ IPS 2005 മുതൽ അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പ്രതിസന്ധി ഘട്ടത്തിൽ അദ്ദേഹം നൽകിയ പിന്തുണ തനിക്ക് ഒരിക്കലും മറക്കാനാവില്ലെന്നും ഹോർമിസ് തരകൻ IPS പറഞ്ഞു. ഞാൻ 2005 മുതൽ 2 വർഷം അദ്ദേഹത്തിൻ്റെ കൂടെ ജോലി ചെയ്തു. വളരെ ഒരു സൗമ്യനും ശാന്ത സ്വഭാവിയുമായ ഒരു മേലധികാരിയായിരുന്നു. വളരെ പ്രശ്നങ്ങളുള്ള ഒരു സമയത്ത് അദ്ദേഹത്തിൻ്റെ സഹായവും പിന്തുണയും എനിക്ക് വലിയ ഒരു കൈത്താങ്ങായിരുന്നു. പല കാര്യങ്ങളിലും അദ്ദേഹത്തോട് എനിക്ക് വലിയ കടപ്പാടുണ്ട്. എനിക്ക് കൂടുതലും നമ്മുടെ രാഷ്ട്ര സുരക്ഷയെ സംബന്ധിച്ച കാര്യങ്ങൾ ചുമതലയാണ് എനിക്കുണ്ടായിരുന്നത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ പ്രധാനമന്ത്രി എന്ന നിലയ്ക്ക് അദ്ദേഹം ഞങ്ങളോടെല്ലാം എപ്പോഴും സംസാരിച്ചിരുന്നത് പ്രശ്നപരിഹാരത്തിന് നമ്മൾ സാധാരണ കാണുന്ന വഴികളിൽ കൂടെ അല്ല ചിന്തിക്കേണ്ടത്, എപ്പോഴും തിങ്ക് ഔട്ട് ഓഫ് ദ ബോക്സ് എന്ന് പറയുന്നത്. അപ്പൊ അദ്ദേഹം ഉദ്ദേശിച്ചത് തന്നെയാണ്. അദ്ദേഹത്തിന്റെ സാമ്പത്തിക മാന്ദ്യമുണ്ടായ കാലത്ത് തിങ്കിങ് ഔട്ട് ഓഫ് ദ ബോക്സ് വഴിയാണ് അദ്ദേഹം ഒരു പ്രശ്നപരിഹാരം കണ്ടെത്തിയത്. അതുപോലെ ബാക്കിയുള്ള കാര്യങ്ങൾ രാഷ്ട്ര സുരക്ഷയുടെ പ്രശ്നങ്ങളിലും തിങ്കിങ് ഔട്ട് ഓഫ് ദ ബോക്സ് എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ മുദ്രാവാക്യം. എപ്പോഴും സൗമ്യവും മൃദുഭാവത്തോടു കൂടിയുള്ള പെരുമാറ്റം ആയിരുന്നു. അത് പലരും പല വിധത്തിലും വ്യാഖ്യാനിക്കാം. ചിലർ പറയും പ്രധാനമന്ത്രിമാർ അങ്ങനെയല്ല വേണ്ടത് എന്നൊക്കെ ചിലർക്ക് അഭിപ്രായം ഉണ്ടായിരിക്കാം. പക്ഷെ എൻ്റെ അഭിപ്രായത്തിൽ വളരെ അദ്ദേഹത്തിൻ്റെ അപ്രോച്ച് വളരെ കഴിവുണ്ടെന്ന് അദ്ദേഹത്തിന് തോന്നുന്ന ആൾക്കാരെ തിരഞ്ഞെടുത്ത് അവരെ ചുമതലകൾ ഏൽപ്പിക്കുക എന്നുള്ള, അവർക്ക് തെറ്റുപറ്റിയാണ് ചൂണ്ടിക്കാണിക്കും, പക്ഷേ സൗമ്യതയോടെ കാണിക്കുക എന്നുള്ളതായിരുന്നു. അക്കാലത്ത് ഓർക്കുന്നുണ്ടാവും, ഞങ്ങൾ വളരെ പ്രധാനമായ ജോലികളിലുണ്ടായിരുന്ന 4 മലയാളികളായിരുന്നു. TK നായർ സാറ്, ഗംഗാധരൻ സാറ്, ഞാനുണ്ടായിരുന്നു. പിന്നെ KM ചന്ദ്രശേഖർ ക്യാബിനറ്റ് സെക്രട്ടറി ആയിരുന്നു. അങ്ങനെ ഒരു മുണ്ടു മാഫിയ എന്നൊക്കെ ആൾക്കാർ കളിയാക്കുമായിരുന്നു അക്കാലത്ത്. തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ സ്വഭാവവിശേഷതയും രാഷ്ട്രസ്നേഹവും സംശുദ്ധിയും പിന്നെ അദ്ദേഹത്തിന്റെ കഴിവ് ഈ സാമ്പത്തിക മാന്ദ്യം കൈകാര്യം ചെയ്യാനുള്ള അദ്ദേഹം തെളിയിക്കുകയും ചെയ്തിരുന്നുണ്ട്. അങ്ങനെ പല വിധത്തിലും നമ്മുടെ രാജ്യത്തിന് വളരെ നമുക്ക് അഭിമാനിക്കാവുന്ന പ്രധാനമന്ത്രിമാരിൽ ഒരാൾ തന്നെയായിരുന്നു അദ്ദേഹം. പാതിരാമണൽ ദ്വീപിൽ സഞ്ചാരികളുടെ പ്രവാഹം. MD വാസുദേവൻ നായരുടെ നിര്യാണത്തെ തുടർന്ന് ഉദ്ഘാടനം മാറ്റിവെച്ചെങ്കിലും ദ്വീപിലേക്ക് സ്വദേശികളും വിദേശികളുമായ സഞ്ചാരികളുടെ പ്രവാഹം ആരംഭിച്ചു. പാതിരാമണൽ ഫെസ്റ്റിൻ്റെ ഭാഗമായി ദ്വീപിലേക്ക് സഞ്ചാരികളുടെ പ്രവാഹം. സന്ദർശകർക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാതിരിക്കാൻ പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തി. ജലഗതാഗത വകുപ്പിൻ്റെയും സ്വകാര്യ വ്യക്തികളുടെയും ബോട്ടുകൾക്ക് പുറമെ പഞ്ചായത്തും ജലയാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഉദ്ഘാടന ദിനത്തിൽ നിശ്ചയിച്ചിരുന്ന വർണ്ണോജ്വലമായ സാംസ്കാരിക ഘോഷയാത്ര സമാപന ദിനത്തിൽ നടത്താനാണ് തീരുമാനം. കായപ്പുറം ജെട്ടിയിൽ ഭക്ഷണശാലകൾ തുറന്നു. വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിന് പ്രത്യേക ക്രമീകരണം. തിരക്ക് നിയന്ത്രിക്കാൻ സെക്യൂരിറ്റി ജീവനക്കാരെയും നിയോഗിച്ചിട്ടുണ്ട്. പഞ്ചായത്ത് പ്രസിഡന്റ് സ്വപ്ന ഷാബു, വൈസ് പ്രസിഡന്റ് ND റെജി, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നസീമ ടീച്ചർ, പഞ്ചായത്ത് അംഗവും പബ്ലിസിറ്റി കമ്മിറ്റി ചെയർമാനുമായ G സതീഷ്, പഞ്ചായത്ത് അംഗങ്ങളായ B വിഷ്ണു, വിനോമ രാജു തുടങ്ങിയവർ നേതൃത്വം നൽകുന്നു. MDയുടെ നിര്യാണത്തെ തുടർന്ന് 26-27 ദിവസങ്ങളിൽ നടത്താനിരുന്ന എല്ലാ പ്രോഗ്രാമുകളും മാറ്റിവെക്കുകയും 26-ാം തീയതി നടത്താനിരുന്ന സാംസ്കാരിക ഘോഷയാത്ര 30-ാം തീയതി നടത്തുവാനും 27-ാം തീയതി നടത്താനിരുന്ന മ്യൂസിക്കൽ ഫ്യൂഷൻ 29-ാം തീയതി 7 മണിക്ക് നടത്തുവാനുമാണ് തീരുമാനിച്ചിരിക്കുന്നത്. എന്നാൽ നമ്മുടെ നേരത്തെയുള്ള പ്രചരണ അറിയിപ്പുകളുടെ അടിസ്ഥാനത്തിൽ ഇന്ന് രാവിലെ 6 മണി മുതൽ തന്നെ പാതിരാമണൽ കാണുന്നതിന് വേണ്ടി ജനങ്ങൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. പഞ്ചായത്ത് ഏർപ്പെടുത്തിയിട്ടുള്ള സൗകര്യങ്ങൾ പ്രയോജനപ്പെടുത്തി അവരെ അക്കരെ എത്തിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളും ഇതോടൊപ്പം നടക്കുകയാണ്. സ്കൂൾ വിദ്യാർത്ഥികളും വിദേശ വിനോദസഞ്ചാരികളും ഉൾപ്പെടെ വൻ തിരക്കാണ് അനുഭവപ്പെടുന്നത്. ആലപ്പുഴ തണ്ണീർമുക്കം റോഡിനൊപ്പം കായപ്പുറം ജംഗ്ഷൻ മുതൽ കായപ്പുറം ജെട്ടി വരെ വൈദ്യുതി ദീപങ്ങളാൽ അലങ്കൃതമാണ്. ഫെസ്റ്റിൻ്റെ ഭാഗമായി വീഥികൾക്കിരുപുറവും പൂച്ചെടികൾ ഇടം പിടിച്ചിട്ടുണ്ട്. മതിലുകളും മറ്റും ചിത്രങ്ങളാൽ അലങ്കൃതമാണ്. ജലയാനങ്ങളിൽ കായൽ കാഴ്ചകൾ ആസ്വദിക്കുന്നതിനും
ദ്വീപ് വലം വെച്ച് കാണുന്നതിനും സഞ്ചാരികളുടെ തിരക്ക് വർദ്ധിക്കുന്നു. പാതിരാമണൽ ഫെസ്റ്റിനോടനുബന്ധിച്ച് മുഹമ്മ പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ വൈവിധ്യമാർന്ന പരിപാടികളാണ് ഒരുക്കിയിട്ടുള്ളത്. ടൈം ന്യൂസ് മുഹമ്മ. ചേർത്തലയ്ക്കടുത്ത മുഹമ്മയിൽ ബോട്ടിൽ നിന്ന് കായലിലേക്ക് ചാടിയ ആളുടെ മൃതദേഹം കണ്ടെത്തി. ചേർത്തല കടക്കരപ്പള്ളി വട്ടക്കര സ്വദേശി തമ്പി എന്ന് വിളിക്കുന്ന ഉദയൻ്റെ മൃതദേഹമാണ് കണ്ടെത്തിയത്. വേമ്പനാട്ട് കായലിന് നടുവിലായി ബോട്ട് ചാലിന് സമീപത്താണ് മൃതദേഹം ഉച്ചയ്ക്ക് ശേഷം കണ്ടത്. വ്യാഴാഴ്ച രാത്രി 7:30യോടെയാണ് സംഭവം. ചേർത്തല കടക്കരപ്പള്ളി വട്ടക്കര സ്വദേശി തമ്പി എന്ന് വിളിക്കുന്ന ഉദയനാണ് കായലിലേക്ക് ചാടിയതെന്നാണ് സൂചന. ഡിസംബർ 7-ാം തീയതി മുതൽ ഉദയനെ കാണാതായതാണ്. ബന്ധുക്കൾ പട്ടണക്കാട് പോലീസിൽ പരാതി നൽകിയിരുന്നു. കുമരകത്ത് നിന്ന് ബോട്ട് പുറപ്പെട്ട ഏകദേശം 15 മിനിറ്റിന് ശേഷമാണ് സംഭവം. ജനലിന് സമീപത്തായിരുന്ന ആൾ ബാഗുകൾ സീറ്റിൽ വെച്ച് കായലിലേക്ക് ചാടുകയായിരുന്നുവെന്ന് മറ്റ് യാത്രക്കാർ പറയുന്നു. മുന്നോട്ട് പോയ ബോട്ട് തിരിച്ചെത്തിച്ച് അപകട സ്ഥലത്ത് നങ്കൂരമിട്ടു. ജീവനക്കാർ കായലിൽ തിരച്ചിൽ നടത്തി. എന്നാൽ ഇരുട്ടിൽ യാതൊന്നും കണ്ടെത്താനായില്ലെന്ന് ബോട്ട് ജീവനക്കാരും പറഞ്ഞിരുന്നു. സ്റ്റേഷൻ മാസ്റ്റർ ഷാനവാസ് ഖാന്റെ നേതൃത്വത്തിൽ മുഹമ്മദ് സ്റ്റേഷനിൽ നിന്നും റെസ്ക്യൂ ബോട്ടിൽ പോലീസ് കായലിലെ സംഭവ സ്ഥലത്ത് എത്തിയ ശേഷമാണ് S51 നമ്പർ ബോട്ട് യാത്രക്കാരുമായി മുഹമ്മയിലേക്ക് യാത്ര തുടർന്നത്. ASP ഹരീഷ് ജെയിന്റെ നേതൃത്വത്തിൽ പോലീസ് സംഘവും ചേർത്തലയിൽ നിന്നും ഫയർഫോഴ്സും സ്ക്യൂബ ടീം എന്നിവർ കായലിലെ സംഭവ സ്ഥലത്ത് തിരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താനായില്ല. തുടർന്ന് വെള്ളിയാഴ്ച രാവിലെ മുതൽ വേമ്പനാട്ട് കായലിന്റെ വിവിധ സ്ഥലങ്ങളിൽ തിരച്ചിൽ ആരംഭിച്ചു. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ശേഷമാണ് മൃതദേഹം കണ്ടെത്തിയത്. വേമ്പനാട്ട് കായലിന്റെ മധ്യഭാഗത്ത് ബോട്ട് ചാലിന് സമീപത്തു നിന്നാണ് മൃതദേഹം കിട്ടിയത്. ഫയർഫോഴ്സും സ്ക്യൂബ ടീം അംഗങ്ങളും ജലഗതാഗത വകുപ്പ് ഉദ്യോഗസ്ഥരും സംയുക്തമായി നടത്തിയ തിരച്ചിലാണ് മൃതദേഹം കിട്ടിയത്. മൃതദേഹം മുഹമ്മദ് ജെട്ടിയിൽ എത്തിച്ചതിന് ശേഷം ആലപ്പുഴ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. ടൈം ന്യൂസ് ആലപ്പുഴ. കനോയിങ് കയാക്കിംഗ് ചാമ്പ്യൻഷിപ്പിന് ആലപ്പുഴ മണ്ണഞ്ചേരി ഒരുങ്ങുന്നു. ജനുവരി 4, 5, 6 തീയതികളിലാണ് ചാമ്പ്യൻഷിപ്പ് സംഘടിപ്പിച്ചിട്ടുള്ളത്. ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിലെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത്, ആര്യാട് ബ്ലോക്ക് പഞ്ചായത്ത്, കനോയിങ് കയാക്കിംഗ് അസോസിയേഷൻ എന്നിവയുടെ നേതൃത്വത്തിലാണ് 3ാമത് കനോയിങ് കയാക്കിംഗ് സംസ്ഥാന ചാമ്പ്യൻഷിപ്പ് സംഘടിപ്പിച്ചിട്ടുള്ളത്. ജനുവരി 4, 5, 6 തീയതികളിൽ ആലപ്പുഴ മണ്ണഞ്ചേരി 6ാം വാർഡിലെ കായൽ ചിറയിലാണ് പരിപാടി നടക്കുന്നതെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KG രാജേശ്വരി, ജില്ലാ പഞ്ചായത്ത് അംഗം R റിയാസ് തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. മണ്ണഞ്ചേരിയിൽ വെച്ച് നടക്കുന്ന ഈ കനോയിങ് കയാക്കിംഗിന്റെ സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പ് നമ്മുടെ ജില്ലയിൽ സംസ്ഥാനത്ത് ആദ്യമായിട്ട് കനോയിങ് കയാക്കിംഗ് പരിശീലനത്തിന് വേണ്ടിയിട്ട് 25 ലക്ഷം രൂപ ചെലവഴിച്ചുകൊണ്ട് 12 ബോട്ടുകളാണ് നമ്മൾ വാങ്ങിച്ചത്. ഈ ബോട്ട് 25 ലക്ഷം രൂപ ചെലവഴിച്ചുകൊണ്ട് 20 ബോട്ടുകളാണ് നമ്മൾ വാങ്ങിച്ചത്. ഇതിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞ ദിവസം കേരളത്തിൻ്റെ ആരാധനായിട്ടുള്ള കാർഷിക വകുപ്പ് മന്ത്രി ശ്രീ പ്രസാദ് അവർ ഉദ്ഘാടനം ചെയ്യപ്പെട്ട് കഴിഞ്ഞു. നമ്മുടെ മണ്ണഞ്ചേരി 3, 4, 5 തീയതികളിലായിട്ട് ഇതിൻ്റെ മത്സരം നടക്കുകയാണ്. ഇതിൻ്റെ ഭാഗമായിട്ട് കായിക പ്രതിഭാ സംഗമം സംഘടിപ്പിക്കാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. നമ്മുടെ മുഹമ്മ, മണ്ണഞ്ചേരി, ആര്യാട്, മാരാരിക്കുളം തെക്ക് പഞ്ചായത്തുകളിൽ നിന്നും ജില്ലാ, സംസ്ഥാന, ദേശീയ മത്സരങ്ങളിൽ 1ഉം 2ഉം സ്ഥാനങ്ങൾ നേടിയ കായിക താരങ്ങളെയാണ് 30ാം തീയതി കലൂർ വെച്ച് നമ്മൾ ആദരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. സ്പോർട്സാണ് ലഹരി പദ്ധതിയുടെ ഭാഗമായി കായിക മേഖലയെ ശക്തിപ്പെടുത്തുവാനുള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചു വരുന്നതിൻ്റെ തുടർച്ചയായിട്ടാണ് ജില്ലാ പഞ്ചായത്ത് കനോയിങ് കയാക്കിംഗ് സംസ്ഥാന ചാമ്പ്യൻഷിപ്പിന് ആതിഥ്യമരുളുന്നത്. 1000-ഓളം കായിക താരങ്ങളാണ് സംസ്ഥാനത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ നിന്നായി മത്സരത്തിന് എത്തുന്നത്. ജില്ലാ പഞ്ചായത്ത് 25 ലക്ഷം രൂപ മുടക്കി കനോയിങ് കയാക്കിംഗ് ബോട്ടുകളുടെ ഉദ്ഘാടനം കൃഷിമന്ത്രി P പ്രസാദ് നിർവഹിച്ചിരുന്നു. പരിപാടിയുടെ ഭാഗമായി 30ാം തീയതി കലവൂർ സ്കൂളിൽ പ്രതിഭാസംഗമം നടക്കും. മുഹമ്മ, മണ്ണഞ്ചേരി, ആര്യാട്, മാരാരിക്കുളം തെക്ക് പഞ്ചായത്തുകളിൽ നിന്ന് ജില്ലാ, സംസ്ഥാന, ദേശീയ മത്സരങ്ങളിൽ 1ഉം 2ഉം സ്ഥാനങ്ങൾ നേടിയ കായിക താരങ്ങളെയും 2024 കനോയിങ് കയാക്കിംഗ് മേഖലയിൽ നേട്ടങ്ങൾ കൈവരിച്ച പ്രതിഭകളെയും ആദരിക്കും. ജനുവരി 3 വൈകിട്ട് 4:30 കലവൂർ മുതൽ മണ്ണഞ്ചേരി പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് വരെ നടക്കുന്ന റൺ സ്പോർട്സാണ് ലഹരിയിൽ 1000-ഓളം കായിക താരങ്ങൾ പങ്കെടുക്കും. ചാമ്പ്യൻഷിപ്പ് ജനുവരി 4 രാവിലെ 8:30 സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ ഉദ്ഘാടനം ചെയ്യും. ജനുവരി 6 സമാപന സമ്മേളനത്തിൽ വിജയികൾക്ക് മെഡൽ, സർട്ടിഫിക്കറ്റ്, ട്രോഫി എന്നിവ നൽകും. പഞ്ചായത്ത് സെക്രട്ടറി KM ഷിബു, ഉദയമ്മ, CH റഷീദ്, ജോസ് ചാക്കോ, CS ഷിഹാബുദ്ദീൻ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ടൈം ന്യൂസ് ആലപ്പുഴ. ചരിത്രപ്രസിദ്ധമായ ചക്കുളത്തുകാവ് ഭഗവതി ക്ഷേത്രത്തിലെ 12 നോയമ്പ് മഹോത്സവത്തിന് സമാപനം. ചക്കരക്കുളത്തിൽ ആറാട്ടോടെയാണ് ചടങ്ങുകൾ സമാപിച്ചത്. വിവിധ ചടങ്ങുകളിലായി 10,000-കണക്കിന് ഭക്തജനങ്ങൾ പങ്കെടുത്തു.
ചക്കുളത്തുകാവിൽ ഭഗവതി ക്ഷേത്രത്തിൽ ആഘോഷപൂർവ്വം നടന്നുവന്ന 12 നോയമ്പ് മഹോത്സവം ചക്കരക്കുളത്തിൽ ആറാട്ടോടെ കൊടിയിറങ്ങി. ഗണപതി ഹോമത്തോടെ ചടങ്ങുകൾ ആരംഭിച്ചു. തുടർന്ന് ആനപ്രമ്പാൽ ശ്രീധർമ്മ ശാസ്താ ക്ഷേത്രത്തിൽ നിന്ന് കാവടി, കരകം, അമ്മൻകുടം, പൂക്കാവടി, നിശ്ചല ദൃശ്യങ്ങൾ, വാദ്യോപകരണങ്ങൾ എന്നിവയുടെ അകമ്പടിയോടുകൂടി നടന്ന ഘോഷയാത്രയും പ്രസിദ്ധമായ ചക്കരക്കുളത്തിൽ ആറാട്ടും നടന്നു. ക്ഷേത്ര മുഖ്യ കാര്യദർശി മണിക്കുട്ടൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ നടന്ന ആറാട്ടിന് ക്ഷേത്രം തന്ത്രി ഒളശമംഗലത്തില്ലത്ത് ഗോവിന്ദൻ നമ്പൂതിരി, മുഖ്യ കാര്യദർശി സദ്ഗുരു രാധാകൃഷ്ണൻ നമ്പൂതിരി, മേൽശാന്തിമാരായ അശോകൻ നമ്പൂതിരി, രഞ്ജിത്ത് ബി നമ്പൂതിരി, ദുർഗാദത്തൻ നമ്പൂതിരി എന്നിവർ മുഖ്യ കാർമ്മികത്വം വഹിക്കും. ആനപ്രമ്പാൽ നിന്ന് ആരംഭിച്ച കാവടി, കരകം ഘോഷയാത്ര ചക്കുളത്തുകാവിൽ എത്തിയതോടെ ചക്കരക്കുളത്തിൽ ആറാട്ടും തൃക്കൊടിയിറക്കും. തുടർന്ന് ചക്കുളത്തമ്മയുടെ ഇഷ്ടവഴിപാടായ മഞ്ഞനീരാട്ടും നടക്കും. അങ്കണത്തിൽ പ്രത്യേകം തയ്യാറാക്കിയ സ്ഥലത്ത് അടുപ്പ് കൂട്ടിയ ശേഷം വാർപ്പിൽ മഞ്ഞൾ, സുഗന്ധദ്രവ്യങ്ങൾ എന്നിവ ചേർത്ത് തിളപ്പിച്ചെടുക്കുന്ന മിശ്രിതം കവുങ്ങിൻ പൂക്കുല ഉപയോഗിച്ച് ഭക്തർ തളിച്ചാണ് മഞ്ഞനീരാട്ട് നടത്തുന്നത്. 12 നാളത്തെ വ്രതാനുഷ്ഠത്തോടു കൂടിയാണ് ഭക്തർ ചടങ്ങിൽ പങ്കെടുത്തത്. അടുപ്പത്ത് പാകപ്പെടുത്തിയ മിശ്രിതം ക്ഷേത്രം മേൽശാന്തിമാരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ പ്രത്യേക പൂജയ്ക്ക് ശേഷമാണ് ചടങ്ങ് ആരംഭിച്ചത്. തുടർന്ന് വൈകിട്ട് 6:30 മുട്ടാർ കൈതക്കാട് ജംഗ്ഷനിൽ നിന്നും താലപ്പൊലി ഘോഷയാത്രയായും ചമയക്കൊടിയിറക്കും നടന്നു. ചടങ്ങുകൾക്ക് മീഡിയ കോർഡിനേറ്റർ അജിത് പിഷാരത്ത, ഉത്സവ കമ്മിറ്റി പ്രസിഡന്റ് രാജീവ് MP, സെക്രട്ടറി PK സ്വാമിനാഥൻ, ബിനു KS എന്നിവർ നേതൃത്വം നൽകി. കഞ്ഞിക്കുഴിയിൽ വീട്ടമ്മയുടെ മരണവുമായി ബന്ധപ്പെട്ട് SL-പുരം സർവീസ് സഹകരണ ബാങ്കിനെതിരെയുള്ള വാർത്ത അടിസ്ഥാനരഹിതമാണെന്ന് ബാങ്ക് അധികൃതർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കോൺഗ്രസിന്റെ രാഷ്ട്രീയ ഇടപെടലാണ് ആരോപണത്തിന് പിന്നിലെന്നും ബാങ്ക് അധികൃതർ ആലപ്പുഴയിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. വീട്ടമ്മയുടെ ആത്മഹത്യയായിട്ട് ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന വാർത്ത വാസ്തവവിരുദ്ധമാണ്. അതായത് തിങ്കളാഴ്ച ഞങ്ങൾ ബാങ്കിലെ കുടിശ്ശിക നിവാരണാർത്ഥം 10-15ഓളം വീടുകളിൽ പോയ കൂട്ടത്തിൽ ഈ വീട്ടിൽ പോവുകയുണ്ടായി. എന്നാൽ ബാങ്കുമായിട്ട് ഇടപാടുള്ള സുധീർ ആ സമയത്ത് അവിടെ ഇല്ലായിരുന്ന കാരണം ഇന്നപോലെ കുടിശ്ശികയുണ്ട്, ബാങ്കുമായിട്ടൊന്ന് ബന്ധപ്പെടണം എന്ന രീതിയിൽ പറഞ്ഞ് ഞങ്ങൾ പോരുകയാണ് ചെയ്തത്. എന്നാൽ പിറ്റേ ദിവസം ആ പ്രദേശത്തെ കോൺഗ്രസിൻ്റെ പ്രവർത്തകർ ഇവരുടെ വീട്ടിൽ ചെന്ന് ഈ ബാങ്കിൽ നിന്ന് വന്ന് ഭീഷണിപ്പെടുത്തിയതിൻ്റെ മൂലമാണ് ഇങ്ങനെ ആത്മഹത്യ ഉണ്ടായതെന്ന് പറയണമെന്ന് പറയുകയും ഈ കാര്യം ഞാനവിടെ ചെന്നപ്പോൾ എൻട്രിക്ക് ഈ മരണപ്പെട്ട ആശയുടെ അമ്മായിയമ്മ പറയുകയുണ്ടായി. അന്ന് വൈകുന്നേരമാണ് മെമ്പർ ഈ മലയാളം മറ്റും ചാനലുമായിട്ട് വന്ന് ഇതിൻ്റെ പോലെ ഒരു ന്യൂസ് എടുത്തു പോയി. എൻ്റെ വീടിൻ്റെ പറ്റേ തന്നെയാണ് ഈ വീട്. അതുകൊണ്ട് ഞാനവിടെ ചെന്നപ്പോൾ ഞങ്ങൾ ഈ സംഘത്തോട് പറഞ്ഞു, അമ്മായിയമ്മ ആ സമയത്തുണ്ടായിരുന്നതാണ്, അവരുടെ ബൈറ്റ് കൂടെ എടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ മെമ്പർ പറഞ്ഞത് കേട്ട് പോവുകയാണ് ഉണ്ടായത്. പിറ്റേ ദിവസം ഉച്ചക്കാണ് ഇങ്ങനെ ഒരു വാർത്ത മലയാള മനോരമയിൽ വരികയും മറ്റു പത്രങ്ങൾ അത് ഇടുകയും ചെയ്തു. അന്ന് ഉച്ചക്ക് തന്നെ ഈ പറഞ്ഞ സുധി എന്നെ വന്ന് കാണുകയും ഇതുമായിട്ട് ബന്ധപ്പെട്ട് പിണക്കങ്ങളൊന്നും ഉണ്ടാകരുത് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു സംഭവം കൊടുത്തിട്ട് പിണക്കമുണ്ടായിരുന്നെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു അത് ഇന്ന പോലെ മെമ്പർ പറഞ്ഞു, പിന്നെ ഇങ്ങനെ പോവുകയാണെങ്കിൽ നിങ്ങളുടെ ലോൺ എഴുതിത്തള്ളും, അതുകൊണ്ടാണ് ഞാനിങ്ങനെ പറഞ്ഞതെന്ന് പറഞ്ഞ് പോവുകയാണ് ചെയ്തത്. ബുധനാഴ്ച മനോരമ ചാനലിൽ മാരാരിക്കുളം വടക്ക് പഞ്ചായത്ത് 10-ാം വാർഡ് കാരുവള്ളിയിൽ സുധീറിന്റെ ഭാര്യ ആത്മഹത്യ ചെയ്തത് ബാങ്ക് ഉദ്യോഗസ്ഥരും ഭരണസമിതി അംഗങ്ങളും ഭീഷണിപ്പെടുത്തിയിട്ടാണ് എന്ന വാർത്ത വസ്തുതാവിരുദ്ധവും രാഷ്ട്രീയ പ്രേരിതവുമാണെന്ന് മരണപ്പെട്ടയാൾ. SL-പുരം സഹകരണ ബാങ്കിനെതിരായ വാർത്ത അടിസ്ഥാനരഹിതമെന്ന ഭാരവാഹികൾ. ബുധനാഴ്ച മനോരമ ചാനലിൽ മാരാരിക്കുളം വടക്ക് പഞ്ചായത്ത് 10-ാം വാർഡ് കാരുവള്ളിയിൽ സുധീറിന്റെ ഭാര്യ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ബാങ്ക് ഉദ്യോഗസ്ഥരും ഭരണസമിതി അംഗങ്ങളും ഭീഷണിപ്പെടുത്തിയിട്ടാണെന്ന വാർത്ത വാസ്തവവിരുദ്ധവും രാഷ്ട്രീയ പ്രേരിതവുമാണ്. മരണപ്പെട്ടയാൾ ഈ ബാങ്കിൽ നിന്ന് വായ്പ എടുത്തിട്ടില്ല, ഭർത്താവാണ് വായ്പ എടുത്തിരിക്കുന്നത്. 2010 മുതൽ വായ്പ വാങ്ങിക്കഴിഞ്ഞ 4 വർഷമായി കുടിശ്ശിക വന്നപ്പോൾ കുടിശ്ശിക നിവാരണത്തിന്റെ ഭാഗമായി ബാങ്ക് ഉദ്യോഗസ്ഥരും ഭരണസമിതി അംഗങ്ങളും വീട്ടിൽ ചെന്ന് കുടിശ്ശിക അടയ്ക്കണമെന്ന് പറയുകയാണ് ഉണ്ടായത്. ഈ സമയം ഭർത്താവ് വീട്ടിലുണ്ടായിരുന്നില്ല. ഭർത്താവ് വരുമ്പോൾ ഇത് പറയണമെന്ന് പറഞ്ഞ് മടങ്ങുകയാണ് ഉണ്ടായത്. ഇതാണ് യാഥാർത്ഥ്യമെന്നിരിക്കെ പ്രദേശത്തെ കോൺഗ്രസ് പ്രവർത്തകർ നിർബന്ധിച്ച പ്രശ്നമുണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. നാളിതുവരെ ആരും തന്നെ പോലീസിൽ പരാതി നൽകിയിട്ടില്ല. സഹകരണ പ്രസ്ഥാനത്തെ തകർക്കുന്നതിനും സഹകാരികളിൽ തെറ്റിദ്ധാരണ വരുത്തുന്നതിനുമാണ് ശ്രമിക്കുന്നത്. അത്തരം നീക്കങ്ങളെ സഹകാരികളെ അണിനിരത്തി ചെറുക്കുമെന്ന് ഭരണസമിതി അറിയിച്ചു. ശക്തമായ നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്ന് ബാങ്ക് പ്രസിഡന്റ് പറഞ്ഞു. പ്രസിഡന്റ് സുജിത് ദാസ്,
ഭരണസമിതി അംഗങ്ങളായ എൻ സതീശൻ, സി സജീവ്, സെക്രട്ടറി PG സുശീല എന്നിവർ മാധ്യമങ്ങളോട് സംസാരിച്ചു. ടൈം ന്യൂസ്, ആലപ്പുഴ. ഇന്ത്യൻ ദന്തൽ അസോസിയേഷൻ്റെ സംസ്ഥാന സമ്മേളനം ആലപ്പുഴയിൽ ആരംഭിച്ചു. ആലപ്പുഴ റമദ ഹോട്ടലിൽ 3 ദിവസങ്ങളിലായിട്ടാണ് സമ്മേളനം സംഘടിപ്പിച്ചിട്ടുള്ളതെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഡെൻ്റൽ അസോസിയേഷൻ്റെ സംസ്ഥാന കോൺഫറൻസ് വിവിധ മേഖലകളിൽ ആണ് ഓരോ വർഷവും നടത്തപ്പെടുക. ഈ വർഷം അത് ലഭ്യമായത് ആലപ്പുഴ ബ്രാഞ്ചിനാണ്. ഇന്ത്യൻ ഡെൻ്റൽ അസോസിയേഷൻ ആലപ്പുഴ ബ്രാഞ്ചിനാണ്. ഞങ്ങളുടെ 55ാമത് സംസ്ഥാന കോൺഫറൻസാണ് ഈ വർഷം നടക്കുന്നത്. ഇന്നലെ പ്രീ കോൺഫറൻസ് സയൻറ്റിഫിക് സെഷൻസ് ഇന്നലെ രാവിലെ റമദ ഹോട്ടലിൽ വെച്ച് സ്റ്റാർട്ട് ചെയ്തു. ഇന്ന്, നാളെ, മറ്റന്നാൾ 3 ദിവസമാണ് പ്രധാന കോൺഫറൻസ് നടക്കുക. ഇന്ന് വൈകുന്നേരം 7 മണിക്ക് ശ്രീ MB ജോസഫ് സാറാണ് അതിൻ്റെ ഉദ്ഘാടനം നടത്തുക. തുടർന്നുള്ള ദിവസങ്ങളിൽ നാളെയും മറ്റന്നാളും ട്രേഡ് ഫെയർ, സയൻറ്റിഫിക് സെഷൻസ്, എക്സിബിഷൻസ്, പിന്നെ ഞങ്ങളുടെ AGM, അടുത്ത ഭാരവാഹികളുടെ സ്ഥാനാരോഹണം, ഇങ്ങനെയുള്ള ചടങ്ങുകളാണ് ഇനിയും നടത്തപ്പെടുക. ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷൻ മരതക വർഷമായ 2024 ഡിസംബർ 27, 28, 29 തീയതികളിൽ ആലപ്പുഴ ഹോട്ടൽ റമദയിൽ വെച്ച് 55ാം സംസ്ഥാന സമ്മേളനം നടക്കുന്നു. 27 വൈകിട്ട് 7 സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ ടെറി തോമസ് ഇടത്തൊട്ടിയുടെ അധ്യക്ഷതയിൽ കൂടുന്ന ഉദ്ഘാടന സമ്മേളനത്തിൽ PP ചിത്തരഞ്ജൻ MLA, റിട്ടയർഡ് IAS ഓഫീസർ MP ജോസഫ്, ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷൻ ദേശീയ പ്രസിഡന്റ് ഡോക്ടർ രവീന്ദ്രനാഥ്, സംസ്ഥാന ഡെന്റൽ കൗൺസിൽ പ്രസിഡന്റ് ഡോക്ടർ സന്തോഷ് തോമസ് എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുക്കും. IDA സംസ്ഥാന ജനറൽ സെക്രട്ടറി ഡോക്ടർ ദീപു ജേക്കബ് മാത്യു, കോൺഫറൻസ് സെക്രട്ടറി ഡോക്ടർ സാമുവൽ K. നൈനാൻ, ഓർഗനൈസിംഗ് ചെയർമാൻ ഡോക്ടർ KS രവീന്ദ്രൻ നായർ, ഓർഗനൈസിംഗ് സെക്രട്ടറി ഡോക്ടർ ടിജോ അലക്സ് എന്നിവർ സംബന്ധിക്കും. തുടർന്ന് എക്സിക്യൂട്ടീവ് യോഗവും നടക്കും. ശനിയാഴ്ച ഡോക്ടർ ജേക്കബ്സ് കറിയ മെമ്മോറിയൽ അവാർഡ് സമർപ്പണവും നടക്കും. ഞായറാഴ്ച ജനറൽ ബോഡി യോഗം ചേർന്ന് പുതിയ ഭാരവാഹികളുടെ തിരഞ്ഞെടുപ്പും സ്ഥാനാരോഹണ ചടങ്ങും നടക്കും. കേരളത്തിലെയും ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുമായി 5000 ദന്ത ഡോക്ടർമാർ പങ്കെടുക്കും. നൂതന ചികിത്സാ രീതികളെക്കുറിച്ചും അത്യാധുനിക ഉപകരണങ്ങളുടെയും പ്രദർശനവും സംഘടിപ്പിച്ചിട്ടുണ്ട്. ആലപ്പുഴ ശാഖ സംസ്ഥാന ആതിഥേയത്വം വഹിക്കുന്ന ഘടകത്തിന്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന സമ്മേളനത്തിൽ ഇന്ത്യയിലെയും വിദേശത്തെയും ഉള്ള പ്രമുഖർ പങ്കെടുക്കുന്ന ശില്പശാലയും അതിനൂതനമായ സാങ്കേതിക വിദ്യയ്ക്ക് ഊന്നൽ നൽകുന്ന ശസ്ത്രക്രിയാ സെഷനുകളും ഉണ്ടായിരിക്കുന്നതാണെന്നും ഭാരവാഹികൾ ആലപ്പുഴയിൽ അറിയിച്ചു. ടൈം ന്യൂസ്, ആലപ്പുഴ. മുഹമ്മ AB വിലാസം NSS യൂണിറ്റിൻ്റെ നേതൃത്വത്തിൽ MD വാസുദേവൻ നായർ അനുസ്മരണം സംഘടിപ്പിച്ചു. പാതിരാമണൽ ദ്വീപിന് സമീപത്തായിരുന്നു അനുസ്മരണം ഒരുക്കിയത്. മുഹമ്മ AB വിലാസം ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS യൂണിറ്റിന്റെ നേതൃത്വത്തിൽ പാതിരാമണൽ ദ്വീപിന് സമീപം MT വാസുദേവൻ നായർ അനുസ്മരണം നടത്തി. പുഷ്പാർച്ചന, പ്രഭാഷണം എന്നിവയുണ്ടായിരുന്നു. മലയാളക്കരയ്ക്ക് ഏറെ സംഭാവന നൽകിയ സാഹിത്യകാരനായിരുന്നു MT വാസുദേവൻ നായരെന്ന പഞ്ചായത്ത് പ്രസിഡന്റ് സ്വപ്ന ഷാബു കൂട്ടിച്ചേർത്തു. പ്രശസ്തനായ എഴുത്തുകാരൻ, നിരവധി സിനിമകളിലൂടെയെല്ലാം നമ്മുടെ ഹൃദയത്തിൽ ആഴത്തിൽ വേരൂന്നിയ അദ്ദേഹത്തിൻ്റെ എഴുത്ത് തീർച്ചയായും നമ്മുടെ മനസ്സുകളിലും, അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം മാത്രമേ ഈ ലോകത്ത് നിന്ന് വിട്ടുപോകുന്നുള്ളൂ. ഒരെഴുത്തുകാരൻ എന്ന നിലയിൽ അദ്ദേഹം ഈ കേരളത്തിൽ പുസ്തക രൂപത്തിൽ കോറിയിട്ട അദ്ദേഹത്തിൻ്റെ രചനകളിലൂടെ അദ്ദേഹം നമ്മളിൽ ഓരോരുത്തരിലും ജീവിക്കും എന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയമില്ല. പ്രിൻസിപ്പൽ ബിജു K. കുഞ്ചറിയ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് NT റിജി, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നസീമ ടീച്ചർ, പഞ്ചായത്ത് അംഗം V. വിഷ്ണു എന്നിവർ സംസാരിച്ചു. ടൈം ന്യൂസ്, ആലപ്പുഴ. 2 കിഡ്നിയും തകരാറിലായ ചേർത്തല സ്വദേശിയായ 8 വയസ്സുള്ള കുട്ടി ജീവൻ നിലനിർത്താൻ ഉദാരമതികളുടെ സഹായം തേടുന്നു. കുട്ടിയെ ചികിത്സിക്കാനായി ബാങ്ക് വായ്പയെടുത്ത കുടുംബം ജപ്തി ഭീഷണിയിൽ. സർജറി നടത്തി കഴിയുമ്പോൾ കുഞ്ഞിൻ്റെ കാലിനൊക്കെ വൈകല്യങ്ങളുണ്ടായി. അന്നേരം അവർ പറഞ്ഞത് ഫിസിയോതെറാപ്പി ചെയ്തുകൊണ്ടിരുന്ന കാലക്രമത്തിൽ റെഡിയായിട്ട് വരുമെന്നുള്ളത്. അങ്ങനെ ഇവരെ ഫിസിയോതെറാപ്പി ചെയ്തുകൊണ്ടിരുന്നു. ഈ കുട്ടി ചേർത്തല ബോയ്സ് ക്വാളിഫൈഡ് ബോയ്സ് സ്കൂളിലെ 3ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. ഇതിൻ്റെ ഇടയ്ക്ക് ഓണത്തിനോടനുബന്ധിച്ച് പനി വന്നു. ഇവർ ഭിന്നശേഷിക്കാരാണല്ലോ. ഇവരുടെ അയൽക്കൂട്ടം ഇവിടെയുണ്ട്, കൂട്ടത്തിൽ അയ്യപ്പഞ്ചേരി. അവിടെ ഇവരെ കൃഷി കാണാൻ ജില്ലാ കളക്ടർ വന്നപ്പോൾ, അലക്സാണ്ടർ സാർ വന്നപ്പോൾ കൊച്ചിന് പനിയാണ്. അപ്പോൾ ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ പോകാൻ പറഞ്ഞു. ആലപ്പുഴ മെഡിക്കൽ കോളേജ് ചെന്നപ്പോൾ അവർ പറയണത് 85% 2 വൃക്കകളുടെ പ്രവർത്തനം തകരാറിലായിരിക്കുന്നത്, വളരെ വേഗം പണം ഉണ്ടാക്കണമെന്ന് പറഞ്ഞു. ചേർത്തല നഗരസഭ 26ാം വാർഡ് യാഗേഷ് ഭവനിൽ ഗുരുപിള്ള ഷീജ ദമ്പതികളുടെ മകൻ 8 വയസ്സുള്ള യാഗേഷാണ് ഇരുവൃക്കകളും 60% തകരാർ സംഭവിച്ച വീട്ടിൽ കഴിയുന്നത്.
യാഗേഷ് ജനിച്ചപ്പോൾ മുതൽ മുതുകിൽ ഒരു മുഴ കണ്ടിരുന്നു. ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരം 3-ാം മാസം കോട്ടയം മെഡിക്കൽ കോളേജിൽ ഓപ്പറേഷൻ ചെയ്ത ശേഷം അരയ്ക്ക് താഴെ തളർന്ന ഇരുകാലുകൾക്കും സ്വാധീനം നഷ്ടപ്പെട്ടു. തുടർന്ന് ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിലും കോട്ടയം ICHലും ചികിത്സ നടത്തിയെങ്കിലും ഫലം കണ്ടില്ലെന്ന് മുനിസിപ്പൽ കൗൺസിലർ ബാബു മുളഞ്ചിറയും കുട്ടിയുടെ മാതാപിതാക്കളും പറഞ്ഞു. ഓരോ ദിവസവും ചെല്ലുന്തോറും അവശനാകുന്ന യാഗേഷിനെ എറണാകുളത്തെ വിവിധ സ്വകാര്യ ആശുപത്രികളിലും ചികിത്സ നടത്തിയെങ്കിലും രോഗമെന്തെന്ന് ഇതുവരെ കണ്ടെത്താനായില്ല. ഓപ്പറേഷനുമായി ബന്ധപ്പെട്ടുണ്ടായ ഞരമ്പുകളുടെ തകരാറാണ് രാകേഷിന്റെ അവസ്ഥയ്ക്ക് കാരണമെന്ന് മാതാപിതാക്കൾ ആരോപിക്കുന്നു. വിദഗ്ധ ചികിത്സ നടത്താൻ കുടുംബത്തിനാവതില്ല. ഫാമുകളിൽ നിന്നും പാൽ ശേഖരിച്ച വീടുകളിൽ വിൽപ്പന നടത്തുന്ന ഗുരുപിള്ളയ്ക്ക് കുട്ടിക്ക് വേണ്ടി ചികിത്സ നടത്തുവാനും പ്രാപ്തിയില്ല. ചികിത്സയുമായി ബന്ധപ്പെട്ട 3 സെന്റ് സ്ഥലവും വീടും പണയപ്പെടുത്തി വായ്പ എടുത്തിരുന്നു. പിന്നീട് പലിശ കൂടി വലിയ തുകയായതോടെ ബാങ്ക് അധികൃതരുടെ നടപടിയെ തുടർന്ന് എറണാകുളത്തെ സ്വകാര്യ ബാങ്കിൽ നിന്നും 27 ലക്ഷം രൂപ കടമെടുത്ത് പലിശ സഹിതം അടച്ച ജപ്തി നടപടികളിൽ നിന്നും താൽക്കാലികമായി രക്ഷപ്പെട്ടെങ്കിലും ഇപ്പോൾ സ്വകാര്യ ബാങ്കിലും പണമടയ്ക്കാതെ വന്നതോടെ കഴിഞ്ഞ 3 ആഴ്ചകൾക്ക് മുൻപ് ജപ്തി നോട്ടീസ് നൽകിയിരിക്കുകയാണ്. ഗുരുതരാവസ്ഥയിൽ കഴിയുന്ന യാഗേഷിനെയും കൊണ്ട് തെരുവിലിറങ്ങേണ്ട സ്ഥിതിയാണ് ഉള്ളത്. യാഗേഷിന്റെ ചികിത്സയ്ക്കായി കനിവുള്ളവരുടെ സഹായം തേടുകയാണ് ഈ കുടുംബം. ടൈം ന്യൂസ്, ചേർത്തല. പറഞ്ഞാൽ കൗൺസിൽ പരാതികളൊക്കെ ഉണ്ടായി, അതങ്ങനെ നിൽക്കുന്നു. അന്ന് നമ്മൾ ഉദ്ദേശിച്ച ഫണ്ടോ കളയ്ക്കാൻ പറ്റിയില്ല. കനൽ ബുക്സിന്റെ നേതൃത്വത്തിൽ ഡിസംബർ 29-ന് ചേർത്തലയിൽ പുസ്തക പ്രകാശനം സംഘടിപ്പിക്കുന്നു. TV ഹരികുമാറിന്റെ 2 പുസ്തകങ്ങളാണ് പ്രകാശനം ചെയ്യുന്നതെന്ന് കനൽ ബുക്സ് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. എഴുത്തും വായനയും ചിന്തയുമെല്ലാം ഗൗരവമായി കാണുന്ന ഒരു കൂട്ടം സാഹിത്യ പ്രവർത്തകരാണ് കനൽ ബുക്സിന്റെ പിന്നിലുള്ളത്. എഴുതുകയും വായിക്കുകയും ചിന്തിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരാൾക്ക് സ്വന്തമായി ഒരു പുസ്തകം എന്ന് പറയുന്നത് ഒരു അടയാളപ്പെടുത്തലാണ്. അത് അയാളുടെ ഒരു സ്വപ്നമാണ്. പലപ്പോഴും ഈ സ്വപ്നം ഒരു മനോഹരമായ സ്വപ്നം മാത്രമായി അവശേഷിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. ഈ പുസ്തക പ്രസിദ്ധീകരണത്തിന് ആവശ്യമായ വമ്പിച്ച മുതൽ മുടക്കാണ് അയാളെ ഇത്തരമൊരു സാഹസത്തിന് മുതലിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നത്. അതിനെ എങ്ങനെ മറികടക്കാം എന്നുള്ള ഒരു ചിന്തയാണ് കനൽ ബുക്സിന്റെ രൂപം കൊടുക്കലിന് കാരണമായിട്ടുള്ളത്. ചേർത്തലയിലെ നവാഗതരായ എഴുത്തുകാർക്ക് സ്വന്തം രചനകൾ പുസ്തക രൂപത്തിലാക്കുവാൻ കഴിയാത്തവർക്കായി സാഹിത്യകാരന്മാരുടെ കൂട്ടായ്മ രൂപം കൊടുത്ത പുസ്തക പ്രാസാദക പ്രസ്ഥാനമാണ് കനൽ ബുക്സ്. കനൽ ബുക്സിന്റെ ഉദ്ഘാടനവും ആദ്യ പുസ്തക പ്രകാശനവും 29-ന് ഉച്ചയ്ക്ക് 2:30 വുഡ്ലാൻഡ്സ് ഹാളിൽ നടക്കുമെന്ന് എഡിറ്റർ CN ബാബു പറഞ്ഞു. നോവലുകളായ ആണുരുത്തി, ഉള്ളുരുക്കുകൾ എന്നിവയുടെ പ്രകാശനം ചേർത്തല SN കോളേജ് റിട്ടയർഡ് പ്രൊഫസർ MV കൃഷ്ണമൂർത്തി നിർവഹിക്കും. എലിസബത്ത് സാമുവൽ ടീച്ചർ അവലോകനം നടത്തും. സംഗീത സംവിധായകൻ ആലപ്പി ഋഷികേഷ്, മണപ്പുറം GLF LP സ്കൂളിലെ പ്രഥമാധ്യാപിക R ആശ എന്നിവർ നോവലുകൾ ഏറ്റുവാങ്ങും. TV ഹരികുമാർ നന്ദിയും പറയും. സുരേഷ് ബാബു പള്ളിത്തോട, വിനയകുമാർ തുറവൂർ, R ജയചന്ദ്രൻ എന്നിവരും ചേർത്തലയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ടൈം ന്യൂസ്, ചേർത്തല. ബ്രഹ്മകുമാരീസിന്റെ ആലപ്പുഴ ജില്ലയിലെ സേവനത്തിന് 35 വർഷം. വാർഷികവും ജില്ലാ ആസ്ഥാനത്തിൻ്റെ രജത ജൂബിലിയും ഡിസംബർ 28, 29 തീയതികളിലായി നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായി. ആലപ്പുഴ ജില്ലയിൽ ഈ മഹാപ്രസ്ഥാനം തുടങ്ങിയിട്ട് ഏകദേശം 35 വർഷത്തോളമാകുന്നു. അതിനോടൊപ്പം തന്നെ ഇവിടുത്തെ ആത്മാക്കൾ വരുന്ന അംഗങ്ങളുടെ കഠിന പ്രയത്നം കൊണ്ട് സ്വന്തമായി ഒരു ഹാർമോണി ഹൗസ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വലിയ ഒരു സ്ഥാപനം സ്വന്തമായി ഉണ്ടാക്കാൻ കഴിഞ്ഞു. ആ സ്ഥാപനത്തിൻ്റെ 25-ാം വർഷവും അതിനോടൊപ്പം തന്നെ ഈ ബ്രഹ്മകുമാരീസ് ആലപ്പുഴ സ്ഥാപിച്ചിട്ട് 35 വർഷം തികയുന്നതിൻ്റെയും സംയുക്ത സംരംഭം ഇവിടുത്തെ ആലപ്പുഴ നിവാസികൾക്ക് കൂടുതൽ ആത്മീയ ബോധം ഉണ്ടാക്കുന്നതിന് വേണ്ടി ഒരു കഠിന ശ്രമം നടത്തിക്കൊണ്ട് അതൊരു വലിയ പ്രസ്ഥാനമാക്കി മാറ്റുവാനും ആൾക്കാരിലേക്ക് സന്ദേശം കൂടുതൽ എത്തിക്കുന്നതിന് വേണ്ടി ഉള്ള ഒരു പ്രവർത്തനമാണ് അടുത്ത ദിവസങ്ങളിൽ 28, 29 തീയതികളിൽ നടക്കാൻ പോണേ. ബ്രഹ്മകുമാരീസിന്റെ ആലപ്പുഴ ജില്ലയിലെ സേവനത്തിന്റെ 35-ാം വാർഷികവും ജില്ലാ ആസ്ഥാന മന്ദിരമായ ഹാർമണി ഹൗസിന്റെയും രജത ജൂബിലിയും ഡിസംബർ 28, 29 തീയതികളിലായി ആഘോഷിക്കുന്നു. ശനിയാഴ്ച വൈകുന്നേരം 4:30 മുതൽ ആരംഭിക്കുന്ന ജ്ഞാന മഹോത്സവത്തിൽ അറിവും അനന്തവും പകരുന്ന വിവിധ പരിപാടികളാണ് ഒരുക്കിയിരിക്കുന്നത്.
വരാൻ പോകുന്ന പുതിയ ലോകത്തിൻ്റെ ദൃശ്യങ്ങൾ ചൈതന്യമായി പകർന്നു നൽകുന്ന സത്യയുഗ വൈകുണ്ഠ ദർശനം, വൈകുണ്ഠ സ്ഥാപകനായ പരമാത്മാവിൻ്റെ പ്രതീകമായി ഭാരതത്തിൽ പൂജിക്കപ്പെടുന്ന കാശി വിശ്വനാഥ രാമേശ്വര ദർശനം, സഹസ്ര ജ്യോതിർലിംഗ ദർശനം, അനശ്വര ആത്മീയ രഹസ്യങ്ങൾ അനാവരണം ചെയ്യുന്ന ആധ്യാത്മിക ചിത്ര പ്രദർശനം തുടങ്ങി അനേകം മഹത്തായ കാര്യങ്ങളാണ് ജ്ഞാന മഹോത്സവത്തിൽ ഒരുക്കിയിരിക്കുന്നത്. ഡിസംബർ 29 ഞായറാഴ്ച പ്രഭാതത്തിൽ 4 മണി മുതൽ ആത്മശുദ്ധിക്കും വിശ്വശാന്തിക്കുമായുള്ള ബ്രാഹ്മ മുഹൂർത്ത യോഗയും 11 മണി വരെ സത്സംഗവും ഉണ്ടായിരിക്കും. തുടർന്ന് രാവിലെ 11 മണിക്ക് നടക്കുന്ന ആത്മീയ സമ്മേളനത്തിൽ ജില്ലയിലെ വിവിധ മേഖലകളിൽ കർമ്മനിരതരായ 35 മഹത് വ്യക്തിത്വങ്ങളെ ആദരിക്കുന്നു. ബ്രഹ്മകുമാരീസ് പത്തനംതിട്ട ജില്ലാ ഡയറക്ടർ ബ്രഹ്മകുമാരി ഉഷ അധ്യക്ഷത വഹിക്കും. അമ്പലപ്പുഴ MLA ഇത്സലാം ഉദ്ഘാടനം ചെയ്യും. ആലപ്പുഴ മുനിസിപ്പൽ ചെയർപേഴ്സൺ KK ജയമ്മ മുഖ്യാതിഥിയായി പങ്കെടുക്കും. ടൈം ന്യൂസ്, ആലപ്പുഴ. കായംകുളം വലിയകുളങ്ങര ജുമാ മസ്ജിദിന്റെ പ്രഥമ കലണ്ടർ പ്രകാശനം ചെയ്തു. ഇമാം അസംകുഞ്ഞ് സഖാഫി പ്രകാശന കർമ്മം നിർവഹിച്ചു. വലിയകുളങ്ങര ഷഹീദാർ ജുമാ മസ്ജിദ് പ്രഥമ കലണ്ടർ പ്രകാശനം നടന്നു. പള്ളിയിൽ നടന്ന ചടങ്ങിൽ ഇമാം അസം കുഞ്ഞ് സഖാഫി, പള്ളി പ്രസിഡന്റ് മുഹമ്മദ് ഷാൻ ആദ്യ കോപ്പി നൽകി പ്രകാശന കർമ്മം നിർവഹിച്ചു. ആദ്യമായാണ് ജമാഅത്തിന്റെ കലണ്ടർ പുറത്തിറക്കുന്നത്. ഇതിന്റെ കോപ്പികൾ വെള്ളിയാഴ്ച പ്രത്യേക നമസ്കാരത്തിന് ശേഷം സൗജന്യമായി വിതരണം ചെയ്തു. ചടങ്ങിൽ ഭാരവാഹികളായ സെക്രട്ടറി ഉസ്മാൻ ചെറുതറയിൽ, ട്രഷറർ കുഞ്ഞുമോൻ നാഥംപറമ്പിൽ, ജോയിന്റ് സെക്രട്ടറിയായ മുജീബ് പൂക്കുഞ്ഞ, ഷഫി, ബഷീർ, ബാബു സമീർ എന്നിവർ പങ്കെടുത്തു. ഇൻഷാല്ലാ ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് നമ്മുടെ പള്ളിയുമായി ബന്ധപ്പെട്ട് ഒരു കലണ്ടർ ഈ പള്ളിയുടെ പ്രദേശത്ത് നമുക്ക് വിതരണം ചെയ്യാൻ പറ്റുന്നത്. അൽഹംദുലില്ലാ, അത് തന്നെ ഏറ്റവും വലിയൊരു ഹൈറായ കാര്യമാണ്. കാര്യം എല്ലാ നമസ്കാര ടൈമുകളും രേഖപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ മാസത്തിലുള്ള സ്വലാത്തിൻ്റെ ഡേറ്റുകളടക്കം അറബി മാസ കണക്കുകളടക്കം എല്ലാം രേഖപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ പള്ളിയുടെ പ്രദേശത്ത് മുഴുവൻ വീടുകളിലും എത്തിക്കുന്ന രീതിയിലാണ് നമ്മൾ നമ്മുടെ കലണ്ടർ ഇറക്കിയിരിക്കുന്നത്. ടൈം ന്യൂസ്, ആലപ്പുഴ. കാട്ടൂർ പൊള്ളയത്തൈ തിരുവുടുംബ ദേവാലയത്തിലെ ദർശന തിരുനാൾ ആഘോഷം തുടരുന്നു. പള്ളി വികാരി ഫാദർ GB നെറോണയുടെ നേതൃത്വത്തിലാണ് കൊടിയേറ്റ് ചടങ്ങ് നടന്നത്. പൊള്ളയത്തൈ തിരുക്കുടുംബ ദേവാലയത്തിലെ ദർശന തിരുനാളിന് ഫാദർ GB നെറോണയുടെ കാർമ്മികത്വത്തിൽ കൊടിയേറി. കൊടിയേറ്റിന് മുന്നോടിയായി കടപ്പുറത്തെ കുരിശടിയിൽ നിന്ന് ആരംഭിച്ച പ്രസിഡന്റുമാരെ ആനയിക്കൽ ഇമ്പമൂറുന്ന കാഴ്ചയായി. ആഘോഷമായ ദിവ്യബലി, വചനപ്രഘോഷണം, ലിറ്റനി, പരിശുദ്ധ കുർബാനയുടെ ആശീർവാദം എന്നിവയുണ്ടായിരുന്നു. 28-ാം തീയതി രാവിലെ 5:10 നട തുറക്കൽ, ദിവ്യബലി, ജപമാല, ലിറ്റിനി, പരിശുദ്ധ കുർബാനയുടെ ആശീർവാദം, വേസ്പര, പ്രദക്ഷിണം, തിരുനാൾ ദിനമായ 29-ാം തീയതി ദിവ്യബലി, ആഘോഷമായ തിരുനാൾ ദിവ്യബലി, തിരുനാൾ പ്രദക്ഷിണ എന്നിവയും നടക്കും. ടൈം ന്യൂസ്, ആലപ്പുഴ. പ്രധാന വാർത്തകൾ വീണ്ടും. അന്തരിച്ച മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിന് നാടിൻ്റെ പ്രണാമം. നേതാക്കളുടെ അനുശോചന പ്രവാഹം. സംസ്ഥാനത്ത് ജനുവരി 1 വരെ ദുഃഖാചരണം. രാജ്യത്തിന് അഭിമാനിക്കാവുന്ന പ്രധാനമന്ത്രിമാരിൽ ഒരാളായിരുന്നു ഡോക്ടർ മൻമോഹൻ സിംഗ് എന്ന മുൻ റോ ഡയറക്ടർ ഹോർമിസ് തരകൻ IPS. 2005 മുതൽ 2 വർഷക്കാലം അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്നും ഹോർമിസ് തരകൻ. മുഹമ്മയിൽ ബോട്ടിൽ നിന്ന് കായലിലേക്ക് ചാടിയ യാത്രക്കാരൻ്റെ മൃതദേഹം കണ്ടെത്തി. ചേർത്തല കടക്കരപ്പള്ളി വട്ടക്കര സ്വദേശി തമ്പി എന്ന് വിളിക്കുന്ന ഉദയൻ്റെ മൃതദേഹമാണ് വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ശേഷം ബോട്ട് ചാലിന് സമീപത്ത് കണ്ടെത്തിയത്. ചക്കുളത്തുകാവ് ഭഗവതി ക്ഷേത്രത്തിലെ 12 നോയമ്പ് മഹോത്സവത്തിന് ഭക്തിനിർഭരമായ സമാപനം. ചക്കരക്കുളത്തിൽ ആറാട്ടോടെ കൊടിയിറങ്ങി. വിവിധ ചടങ്ങുകളിലായി ആയിരക്കണക്കിന് ഭക്തജനങ്ങൾ പങ്കെടുത്തു. കനോയിങ്, കയാക്കിംഗ് സംസ്ഥാന ചാമ്പ്യൻഷിപ്പിന് ആലപ്പുഴ മണ്ണഞ്ചേരി ഒരുങ്ങുന്നു. ജനുവരി 4, 5, 6 തീയതികളായിട്ടാണ് ചാമ്പ്യൻഷിപ്പ് സംഘടിപ്പിച്ചിട്ടുള്ളത്. പാതിരാമണൽ ദ്വീപിൽ സഞ്ചാരികളുടെ തിരക്ക്. MD വാസുദേവൻ നായരുടെ നിര്യാണത്തെ തുടർന്ന് പാതിരാമണൽ ഫെസ്റ്റിൻ്റെ ഉദ്ഘാടന ചടങ്ങ് മാറ്റിയെങ്കിലും ധാരാളം സഞ്ചാരികളാണ് ദ്വീപിലേക്ക് എത്തിയത്. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകും. നമസ്കാരം.